ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷയിൽ ചോദിച്ച ബയോളജി ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ വരുന്ന ഘട്ടത്തിലുള്ള LDC പരീക്ഷ എഴുതുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകലയാണ് ഏത്? ടെൻഡൻ. ഓപ്ഷൻ ഡി, ടെൻഡൻ ആണ് ആൻസർ. എന്താണ് യോജകല? മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നവയാണ് എന്ത്? യോജകലകൾ എന്ന് പറയുന്നത്. മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നവയാണ് എന്ത്? യോജകലകള്. ഏതൊക്കെയാണ് യോജകലകള്? അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം തുടങ്ങിയവ എന്താണ്? വിവിധ യോജകലകളാണ്. ഏതൊക്കെയാണ്? അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം. ഇതെല്ലാം യോജകലയ്ക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്നവയാണ് യോജകലകള്. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം. ഇതെല്ലാം എന്താണ്? യോജകലകളാണ്. അസ്ഥിയും തരുണാസ്ഥിയും എന്താണ്? ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയുമാണ് നൽകുന്നത്. ഇനി നാരുകല ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. നാരുകല എന്താ ചെയ്യുന്നത്? ഇതര കലകളെ ബന്ധിപ്പിക്കുന്നതാണ് നാരുകല. പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ് രക്തം. യോജകലയായിട്ടുള്ള രക്തത്തിന്റെ ധർമ്മം എന്താണ്? പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം. ഓക്കെ, അടുത്തൊരു പോയിന്റ് കൂടെ നോക്കാം നമുക്ക്. പറഞ്ഞത് തന്നെ എന്നോട് പറഞ്ഞിരിക്കുന്നത്, പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമായും മറ്റു കലകളെ പരസ്പരം യോജിപ്പിക്കുന്ന ധർമ്മമാണ് യോജകലകൾ നിർവഹിക്കുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞത് തന്നെയാണ്. ഇനി പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ. ഇതാണല്ലേ നമ്മുടെ ചോദ്യം. പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? ടെൻഡൻ. അതുപോലെ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? സ്നായുക്കൾ. സ്നായുക്കൾ അഥവാ ലിഗ്മെന്റ്സ്. അസ്ഥികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്, അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് സ്നായുക്കൾ അഥവാ ലിഗ്മെന്റ്സ്. അതുപോലെ കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്തുറപ്പിച്ച് നിർത്തുന്ന നാരുകല. കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്തുറപ്പിച്ച് നിർത്തുന്ന ആരാണ്? നാരുകലയാണ്. ഇതെല്ലാം എന്താണ്? യോജകലയ്ക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ പേശിയെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ. പേശി അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആരാണ്? ടെൻഡൻ. അതുപോലെ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത്, അസ്ഥിക്ക് എന്തെന്ന് നമുക്ക് പറയാം? എല്ലെന്ന് പറയല്ലേ. നമ്മളെ എല്ലെന്ന് പറയുന്ന അസ്ഥിനെയല്ലേ. അപ്പൊ എല്ലിനെ എല്ലുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് എന്ത്? ലിഗ്മെന്റ് അഥവാ സ്നായുക്കൾ. ലിഗ്മെന്റ് അഥവാ സ്നായുക്കൾ. എല്ലിനെ എല്ലുമായിട്ട് ബന്ധിപ്പിക്കുന്നത്, അതായത് അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ലിഗ്മെന്റ് അഥവാ സ്നായുക്കള്. ഇനി കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്തുറപ്പിച്ച് നിർത്തുന്ന യോജകലയാണ് ഏത്? നാരുകല. കണ്ണുകളെയും വൃക്കകളെയും എല്ലാം സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് നാരുകലയാണ്. യോജകലകളായ അസ്ഥികലയും തരുണാസ്ഥികലയും ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുകയും ആന്തരാവയവങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുകയും ചെയ്യുന്നു. യോജകലകളായ അസ്ഥികലയും തരുണാസ്ഥികലയും എന്താ ചെയ്യുന്നത്? ചലനത്തിന് സഹായിക്കും, ഒപ്പം ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകും. ചലനത്തിന് സഹായിക്കുന്നു, അതോടൊപ്പം ശരീരത്തിന് എന്ത് നൽകും? ആകൃതി നൽകും, താങ്ങും ബലവും നൽകും. അതേപോലെ ആന്തരാവയവങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആന്തരാവയവങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുകയും ചെയ്യുന്നത് ആരാണ്? അസ്ഥികലയും തരുണാസ്ഥികലയുമാണ്. അടുത്തത് ദ്രാവകകലയായ രക്തവും യോജക കലകളിൽ പെടുന്നു. അപ്പം ദ്രാവക രൂപത്തിലുള്ള യോജകകലയാണ് ഏത്? രക്തം എന്ന് പറയുന്നത്.
ദ്രാവക രൂപത്തിലുള്ള യോജകകലയാണ് ഏത്? രക്തം. രക്തത്തിന്റെ ധർമ്മം എന്താണ്? ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം തുടങ്ങി വ്യത്യസ്തമായ ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത്. രക്തത്തിന്റെ ധർമ്മം എന്താണ്? ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, അതുപോലെ രോഗപ്രതിരോധം തുടങ്ങി വ്യത്യസ്തമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ് രക്തം. രക്തം എന്ന് പറയുന്നത് ദ്രാവക രൂപത്തിലുള്ള യോജകകലയാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് ഏത്? യോജക കലകൾ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും അതുപോലെ വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് ഏതാണ്? ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഏതാണ്? കമ്മ്യൂണിറ്റി റിസർവുകൾ. എന്താണ് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് തന്നിട്ടുണ്ട് നോക്കിക്കേ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇത് തന്നെയല്ലേ നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണിവ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് ഏത്? കമ്മ്യൂണിറ്റി റിസർവുകൾ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണമാണ്. അപ്പം കടലുണ്ടി എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിറ്റി റിസർവിന് ഉദാഹരണമാണ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ടാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശമാണ് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത്. അതുപോലെ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. അപ്പൊ ഇതൊക്കെ എന്തിന്റെ കീഴിലാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ കമ്മ്യൂണിറ്റി റിസർവുകള്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, ഇതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും നിയമ സംവിധാനങ്ങളും ഉണ്ട്. സർക്കാർ ജൈവ സമ്പന്ന മേഖലകളെ സംരക്ഷിത പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിച്ച് സംരക്ഷിക്കുന്നു. അപ്പൊ സർക്കാർ എന്ത് ചെയ്യുന്നു? ജൈവ സമ്പന്ന മേഖലകളെ സംരക്ഷിത പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിച്ച് സംരക്ഷിക്കുന്നു. ഇനി ഇത് നോക്കിക്കൊള്ളേ. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന ഇൻസിറ്റു കൺസർവേഷൻ രീതിയും എന്താണ്? ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് എന്ത്? ഇൻസിറ്റു കൺസർവേഷൻ. അതുപോലെ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. ഇത് രണ്ടും സംരക്ഷണ സംവിധാനങ്ങളാണ്. ഏതൊക്കെയാണ്? ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് ജീവജാലങ്ങളെ എങ്ങനെയാണ്? അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നു. അതായത് മൃഗങ്ങളുടെയൊക്കെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് കാടാണ്. അവയെ കാട്ടിൽ തന്നെ നിലനിർത്തും. അതായത് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് സംരക്ഷിക്കുന്നു. ഇനി ഈ മൃഗങ്ങളെ നമ്മൾ സൂവിലും മറ്റുമൊക്കെ സംരക്ഷിക്കാറുണ്ട് അല്ലെ? അത് അവയുടെ ആവാസ വ്യവസ്ഥയാണോ? അല്ല. അതായത് അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത്. അതാണ് സൂവിലും മറ്റും സംരക്ഷിക്കുന്നത്. അത് എക്സിറ്റു കൺസർവേഷൻ ആണ്. അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുകയാണെങ്കിൽ അത് ഇൻസിറ്റു കൺസർവേഷനുമാണ്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റു കൺസർവേഷൻ. അതുപോലെ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ നോക്കാം. ഇൻസിറ്റു കൺസർവേഷനുകൾ ഏതൊക്കെയാണ്? ഇൻസിറ്റു കൺസർവേഷൻ നോക്കാം. വന്യജീവി സങ്കേതങ്ങൾ. ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് എന്ത്? വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ്
വന്യജീവി സങ്കേതങ്ങൾ. വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഒരു ഇൻസിറ്റു കൺസർവേഷൻ ആണ്. പേപ്പാറ, പെരിയാർ, വയനാട് തുടങ്ങിയവ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെയാണ്? പേപ്പാറ, പെരിയാർ, വയനാട് തുടങ്ങിയവ എന്താണ്? കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത ഒരു ഇൻസിറ്റു കൺസർവേഷൻ രീതിയാണ് ഏത്? നാഷണൽ പാർക്കുകൾ. ഏതാണ്? നാഷണൽ പാർക്കുകൾ. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായിട്ട് രൂപീകരിക്കപ്പെട്ടവയാണ് എന്ത്? നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത്. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് നാഷണൽ പാർക്കുകൾ. വന്യജീവി സങ്കേതമാണെങ്കിലോ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് ജീവികളുടെ വംശനാശം തടയാനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ് വന്യജീവി സങ്കേതങ്ങൾ. എന്നാൽ നാഷണൽ പാർക്കുകളാവുമ്പോൾ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങള്, പ്രകൃതി വിഭവങ്ങള്, ഭൗമ സവിശേഷതകള് എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായിട്ടാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല എന്നിവയാണ് കേരളത്തിൽ നിലവിലുള്ള നാഷണൽ പാർക്കുകൾ. ഏതൊക്കെയാണ്? ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻചോല, പാമ്പാടുംചോല. ഈ നാഷണൽ പാർക്കുകൾ എന്തിന് ഉദാഹരണമാണ്? ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. അതായത് ജീവികൾ എവിടെയാണ്? അവയുടെ ആവാസ വ്യവസ്ഥകളിൽ തന്നെ, അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെയാണ് സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് നാഷണൽ പാർക്കുകൾ വന്യജീവി സങ്കേതങ്ങളും ഇൻസിറ്റു കൺസർവേഷൻ ആണ്. അടുത്ത് നോക്കാം കമ്മ്യൂണിറ്റി റിസർവ്. കമ്മ്യൂണിറ്റി റിസർവ് നമ്മളിപ്പോ പറഞ്ഞു, പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ് എന്ത്? കമ്മ്യൂണിറ്റി റിസർവുകൾ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിന് ഉദാഹരണമാണ്. അടുത്ത ഇൻസിറ്റു കൺസർവേഷൻ രീതിയാണ് ഏത്? ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് എന്ത്? ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാല് ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് എന്ത്? ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. എന്താണ് ബയോസ്ഫിയർ റിസർവ്? ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ത്? ബയോസ്ഫിയർ റിസർവുകൾ. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകൾ കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളില് കേരളത്തിലെ പ്രദേശങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തൊരു ഇൻസിറ്റു രീതിയാണ് കാവുകൾ. ഇൻസിറ്റു രീതിയാണ് ഏത്? കാവ് എന്ന് പറയുന്നത്. എന്താണ് കാവ്? മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് എന്ത്? കാവ്. ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി അമൂല്യ ജൈവ സമ്പത്തായിരുന്ന കാവുകൾ പലതും ഇപ്പോ നാമാവശേഷമായിട്ടുണ്ട്. ഏതാനും കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. പ്രദേശത്തെ ജലസംരക്ഷണത്തിൽ കാവുകളുടെ പങ്ക് നിസ്തുലമാണ്. ജലസംരക്ഷണത്തിൽ എന്ത് പങ്ക് വഹിക്കുന്നുണ്ട്? കാവുകള് പങ്കുവഹിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് കാവുകള്? മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകള്. കാവുകള് ഇൻസിറ്റു രീതിക്ക് എക്സാമ്പിൾ ആണ്. അടുത്തൊരു ഇൻസിറ്റു കൺസർവേഷൻ രീതിയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ഏതാണ്? ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് എന്ത്? ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്.
തദ്ദേശീയമായ ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ജൈവ വൈവിധ്യ മേഖലയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ സമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ സമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും. ലോകത്താകമാനമുള്ള 34 ഹോട്ട്സ്പോട്ടുകളിൽ 3 ഇന്ത്യയിലാണ്. പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖല എന്നിവയാണ് ആ 3. പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇന്തോ ബർമ മേഖല എന്നിവയാണ് ആ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്. അടുത്ത് നമ്മൾ എക്സിറ്റു കൺസർവേഷൻ ആണ് നോക്കുന്നത്. എക്സിറ്റു കൺസർവേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ജീവജാലങ്ങൾ എന്താണ്? അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ് ഏതൊക്കെ? സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്. ഏതൊക്കെയാണ്? സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്. ഇതെല്ലാം എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. സുവോളജിക്കൽ ഗാർഡൻ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. എന്താണ്? വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായിട്ട് പാർപ്പിച്ച് പരിപാലിക്കുകയും അതുപോലെ വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ അഥവാ സൂ എന്ന് പറയുന്നത്. വനമേഖലയിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇവിടം. വനമേഖലയിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് എന്ത്? സുവോളജിക്കൽ ഗാർഡനുകൾ അഥവാ സൂ എന്ന് പറയുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിൽ സുവോളജിക്കൽ ഗാർഡനുകൾ ഉണ്ട്. കേരളത്തിൽ എവിടെയൊക്കെയുണ്ട്? തിരുവനന്തപുരം, തൃശൂർ എന്നിവിടങ്ങളിൽ എന്തുണ്ട്? സുവോളജിക്കൽ ഗാർഡനുകൾ ഉണ്ട്. അടുത്താണ് എന്ത്? ബൊട്ടാനിക്കൽ ഗാർഡനുകൾ. എന്താണ്? അടുത്ത ബൊട്ടാനിക്കൽ ഗാർഡനുകളാണ്. വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് എന്ത്? ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡൻ? വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാനിക്കൽ ഗാർഡനുകൾ. ഒട്ടുമിക്ക സസ്യങ്ങളെയും തിരിച്ചറിയാനും അവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് കഴിയും. തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവ ബൊട്ടാണിക്കൽ ഗാർഡനുകൾക്ക് ഉദാഹരണങ്ങളാണ് കേരളത്തിലുള്ള. ഏതൊക്കെയാണ്? തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവ ഇതിന് ഉദാഹരണമാണ്. ഈ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എക്സിറ്റു കൺസർവേഷൻ ആണ്. അടുത്താണ് എന്ത്? ജീൻ ബാങ്ക്. ജീൻ ബാങ്ക് വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് എന്ത്? ജീൻ ബാങ്ക് എന്ന് പറയുന്നത്. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയും. അപ്പൊ ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിത്തുകളും ബീജങ്ങളും ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ആവശ്യമായിട്ടുള്ള അവസരങ്ങളിൽ ഇവയെ പുനഃസൃഷ്ടിക്കാൻ കഴിയും. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ജീൻ ബാങ്കിന് ഉദാഹരണമാണ്. കേരളത്തിലെ ജീൻ ബാങ്കിന് ഉദാഹരണം ഏതാണ്? തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. ഓക്കെ, അപ്പൊ ഇതാണ് എക്സിറ്റു കൺസർവേഷനും ഇൻസിറ്റു കൺസർവേഷനുകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏത്? നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ പഠിച്ചിരുന്നു അല്ലെ? ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയാണ് ഏത്? രക്തം. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയാണ്
രക്തം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ യോജകല പഠിച്ചപ്പോൾ അതിൽ പഠിച്ചിരുന്നു ദ്രാവകലയായ രക്തവും യോജക കലകളിൽ പെടുന്നു എന്ന് പറഞ്ഞു. ദ്രാവകലയായ രക്തം എന്താണ്? യോജകലയാണ്. രക്തത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, രോഗപ്രതിരോധം തുടങ്ങിയവയാണ് എന്ത്? രക്തത്തിന്റെ ധർമ്മങ്ങൾ. ശ്വസനവാതകങ്ങളുടെയും പോഷകങ്ങളുടെയും സംവഹനം, അതുപോലെ രോഗപ്രതിരോധം. ഈ രക്തം എന്ന് പറയുന്നത് ദ്രാവക കലയായിട്ടുള്ള യോജകലയാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് യോജക കലകൾ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലകളാണ് ഏത്? യോജക കലകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? മനുഷ്യ ശരീരത്തില് ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏത്? ഏതാണ്? കരളാണ്. ഏതാണ്? കരള്. നോക്കാം. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ്. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിൽ എത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്ന ആരാണ്? കരളാണ്. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്നത് ഇതിനൊരു ഉദാഹരണമാണ്. ഇതല്ലേ നമ്മളിപ്പോ കണ്ട ക്വസ്റ്റ്യൻ. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ താരതമ്യേന വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന ആരാണ്? കരളാണ്. ഇനി യൂറിയ എങ്ങനെയാണ് യൂറിയ നിർമ്മിക്കുന്നതെന്ന് നോക്കാം. പ്രോട്ടീനുകളുടെ വിഘടന ഫലമായി അമിനോ ആസിഡുകൾ രൂപപ്പെടുന്നു. പ്രോട്ടീനുകൾ വിഘടിച്ച് എന്താകുന്നു? ഏറ്റവും ചെറിയ രൂപമായിട്ടുള്ള അമിനോ ആസിഡായിട്ട് മാറുന്നു. ഇവയുടെ ഉപാപചയ പ്രവർത്തന ഫലമായി, ഈ അമിനോ ആസിഡുകളുടെ ഉപാപചയ പ്രവർത്തന ഫലമായിട്ട് നൈട്രജൻ അടങ്ങിയ പല ഉപോൽപ്പന്നങ്ങളും രൂപപ്പെടുന്നുണ്ട്. ഇവയിൽ ഏറ്റവും ഹാനികരമായ ഒന്നാണ് എന്ത്? അമോണിയ. ഏറ്റവും ഹാനികരമായിട്ടുള്ള ഒന്നാണ് അമോണിയ. ഇത് ഉടൻ തന്നെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടേണ്ടതുണ്ട്. കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ എവിടെ എത്തിച്ചേരും? കരളിലെത്തും. കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ കരളിൽ എത്തുന്നു. കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയയായി മാറുന്നു. ഈ അമോണിയ കരളിൽ വെച്ച് എന്തിന്റെയൊക്കെ സാന്നിധ്യത്തില്, എന്തൊക്കെയായിട്ട് ചേർന്നിട്ട്? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് ചേർന്ന് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ എന്തായിട്ട് മാറുന്നു? യൂറിയയായിട്ട് മാറുന്നു. പ്രോട്ടീനുകളുടെ വിഘടന ഫലമായിട്ട് അമിനോ ആസിഡുകൾ രൂപപ്പെടുന്നു. ഈ അമിനോ ആസിഡുകളുടെ ഉപാപചയ പ്രവർത്തന ഫലമായിട്ട് എന്തുണ്ടാകും? നൈട്രജൻ അടങ്ങിയ പല ഉപോൽപ്പന്നങ്ങളും രൂപപ്പെടുന്നു. ഇതിലേറ്റവും ഹാനികരമായിട്ടുള്ള ഒന്നാണ് അമോണിയ. ഈ അമോണിയ എന്ത് ചെയ്യണം? ഉടൻ തന്നെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ടതുണ്ട്. കോശങ്ങളിൽ രൂപപ്പെടുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലെത്തുന്നു. കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ ഈ അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് ചേർന്ന് യൂറിയയായിട്ട് മാറുന്നു. അടുത്തൊരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കരുതലോടെ കരൾ. ഒന്ന് നോക്കാം. വിഷവസ്തുക്കളുമായുള്ള വർദ്ധിച്ച സമ്പർക്കം കരൾ കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. വിഷവസ്തുക്കളുമായിട്ടുള്ള വർദ്ധിച്ച സമ്പർക്കം എന്താവും? കരൾ കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു. എന്നാൽ കരളിന് മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കഴിവുണ്ട്. എന്താണ്? കരളിന് മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് നശിച്ചു പോകുന്ന കോശങ്ങളെ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? പുനർനിർമ്മിക്കാനുള്ള കഴിവുണ്ട്. കരളിന്റെ പുനരുൽപാദന ശേഷിയേക്കാൾ കൂടുതൽ കോശങ്ങൾ നശിക്കുന്നത് അന്തിമമായി കരളിന്റെ നാശത്തിലേക്ക് നയിക്കും. ഈ കരളിന്റെ പുനരുൽപാദന ശേഷിയേക്കാൾ കൂടുതൽ കോശങ്ങൾ നശിക്കുകയാണെങ്കിൽ അത് അന്തിമമായിട്ട് കരൾ നശിക്കുന്നതിന് കാരണമാകുന്നു.
ആൽക്കഹോൾ ശരീരത്തിൽ എത്തുമ്പോഴും കൃത്രിമ ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. ആൽക്കഹോൾ ശരീരത്തിൽ എത്തുമ്പോഴും കൃത്രിമ ഘടകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? കരളിന് എന്താണ് പുനരുൽപാദന ശേഷിയേക്കാൾ കൂടുതൽ കോശങ്ങൾ നശിക്കാൻ കാരണമാകും. അപ്പൊ അങ്ങനെ കരൾ അന്തിമമായിട്ട് നാശത്തിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏത്? ശ്രദ്ധിക്കണം, മുതിർന്ന വ്യക്തികളിലാണ് ചോദ്യം. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗലി. ഏതാണ്? അക്രോമെഗലി. വളർച്ചാഘട്ടത്തില് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ്? വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ അഥവാ വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. വളർച്ചാ ഹോർമോണാണ് ഇത് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്നത്. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നു. ഇവിടെ ചോദ്യം പറഞ്ഞിരിക്കുന്ന നോക്കണം. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാൽ എന്തുണ്ടാകുന്നു? അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നു. ഈ അവസ്ഥയാണ് ഭീമാകാരത്വം. എന്നാൽ വളർച്ചാഘട്ടത്തിൽ ഇതിന്റെ ഉൽപാദനം കുറഞ്ഞാൽ എന്തു പറ്റും? വളർച്ച മുരടിക്കും. ഇതാണ് വാമനത്വം എന്ന് പറയുന്നത്. അപ്പൊ വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാല് ഭീമാകാരത്വവും, അതുപോലെ വളർച്ചാഘട്ടത്തിൽ ഇതിന്റെ ഉൽപാദനം കുറഞ്ഞാല് വാമനത്വത്തിനും കാരണമാകുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കിയേ. വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപാദനം മൂലം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യം ഉണ്ടാകാം. ഇതാണ് അക്രോമെഗാലി. നമ്മളോട് ചോദിച്ച ചോദ്യം അതല്ലേ? വളർച്ചാഘട്ടത്തിനു ശേഷം, അതായത് മുതിർന്നവരില്, അതിനുശേഷം സൊമാറ്റോട്രോപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്നതാണ് എന്ത്? അക്രോമെഗാലി എന്ന് പറയുന്നത്. അപ്പൊ അതായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാല് ഭീമാകാരത്വം, അതുപോലെ വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞാല് വാമനത്വത്തിനും കാരണമാകുന്നു. വളർച്ചാഘട്ടത്തിന് ശേഷമാണ് സൊമാറ്റോട്രോപ്പിന്റെ അമിതമായ ഉൽപാദനം ഉണ്ടാകുന്നതെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ത്? അക്രോമെഗാലി. മുഖം, താടിയെല്ല്, വിരലുകള് എന്നിവിടങ്ങളിലെ അസ്ഥികള് വളരുന്ന ഒരു അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? അക്രോമെഗാലി എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഇനി നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് എന്ത്? മിക്സഡിമയും ക്രെട്ടനിസവും. ഈ മിക്സഡിമയും ക്രെട്ടനിസവും കൂടെ നമുക്ക് നോക്കാം. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് എന്ത്? ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ ആണ് തൈറോക്സിന്റെ ഉൽപാദനക്കുറവ് ഉണ്ടാകുന്നതെങ്കിൽ അതുമൂലം ഉണ്ടാകുന്നതാണ് ക്രെട്ടനിസം. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടും. ഈ അവസ്ഥയാണ് എന്ത്? ക്രെട്ടനിസം എന്ന് പറയുന്നത്. അതായത് തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് ക്രെട്ടനിസം. അതുപോലെ തൈറോക്സിന്റെ അഭാവം മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഏത്? മിക്സഡിമ. മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവ് മിക്സഡിമ എന്ന അവസ്ഥയ്ക്ക് കാരണമാകും. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങള്? കുറഞ്ഞ ഉപാപചയ നിരക്ക്, മന്ദത, ശരീരഭാരം കൂടുക, ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരകലകളുടെ വീക്കം. ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങള്? ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോക്സിന്റെ തുടർച്ചയായ അമിതോൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജീവൽ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാകുന്ന അവസ്ഥയാണ് എന്ത്? ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്.
ഹൈപ്പർ തൈറോയിസത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് ഉയർന്ന ഉപാപചയ നിരക്ക്. ഇവിടെ എന്തായിരുന്നു? ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ കുറഞ്ഞ ഉപാപചയ നിരക്കായിരുന്നു. ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ ഉയർന്ന ഉപാപചയ നിരക്ക്, കൂടിയ ശരീര താപനില, കൂടുതൽ വിയർപ്പ്, കൂടിയ ഹൃദയമിടിപ്പ്, ശരീരഭാരം കുറയുക, വൈകാരിക പ്രക്ഷുബ്ധത എന്നിവയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ മുഖ്യ ലക്ഷണങ്ങൾ. ആ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് മിക്സഡ് ഇമേജിംഗ് ക്രിട്ടനിസം. അതുകൊണ്ട് ഇതൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഏതാണ്? ലൈസോസൈം ആണ്. ഓപ്ഷൻ എ ലൈസോസൈം. നോക്കാം. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് വായിലുള്ളത്. വായിൽ എത്ര ജോഡിയുണ്ട്? 3 ജോഡി ഉമിനീർ ഗ്രന്ഥിയുണ്ട്. ഈ ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് സ്രവിക്കുന്ന ഉമിനീരിൽ എന്തൊക്കെ ഉണ്ടാവും? സലൈവറി അമിലേസും ലൈസോസൈം എന്നീ രാസാഗ്നികളും അതുപോലെ ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് സ്രവിക്കുന്ന ഉമിനീരില് സലൈവറി അമിലേസ്, ലൈസോസൈം എന്നീ രാസാഗ്നികൾ 2 സലൈവറി അമിലേസും ലൈസോസൈമും അതുപോലെ ശ്ലേഷ്മവും അടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നതാണ് ശ്ലേഷ്മം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നത് ആരാണ്? ശ്ലേഷ്മമാണ്. അതുപോലെ ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് ലൈസോസൈം. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ള ഏതാണ്? ലൈസോസൈം ആണ്. ഇനി സലൈവറി അമിലേസിന്റെ ധർമ്മം എന്താണ്? അന്നജത്തെ ഭാഗികമായിട്ട് മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കുന്നതാണ് സലൈവറി അമിലേസ്. സലൈവറി അമിലേസ് എന്താ ചെയ്യുന്നത്? അന്നജത്തെ ഭാഗികമായിട്ട് മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു. ഓക്കെ അല്ലേ? അപ്പൊ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് വായിലുള്ളത്. ഈ ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് സ്രവിക്കുന്ന ഉമിനീരില് സലൈവറി അമിലേസ്, ലൈസോസൈം എന്നീ രാസാഗ്നികളും ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു. ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നതാണ് ശ്ലേഷ്മം. അതുപോലെ ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് ലൈസോസൈം. അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കുന്നതാണ് ആര്? സലൈവറി അമിലേസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? മിഠായി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. നോക്കാം. കുട്ടികളിലെ പ്രമേഹ രോഗം തടയാനുള്ള കേരള സാമൂഹ്യ സുരക്ഷാ വകുപ്പും ആരോഗ്യ വകുപ്പും കൂടെ ചേർന്നിട്ടുള്ള പദ്ധതിയാണ് ഏത്? മിഠായി എന്ന് പറയുന്നത്. ഇനി ഓപ്ഷനിൽ എന്തുണ്ട്? ഹൃദ്യമുണ്ട്, ആർദ്രമുണ്ട്. ഹൃദ്യവും ആർദ്രവും ഉണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ജന്മനാ ഹൃദയത്തിന് തകരാറുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഏത്? ഹൃദ്യം. ജന്മനാ ഹൃദയത്തിന് തകരാറുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം. ആർദ്രം പദ്ധതി എന്താണ്? പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നവീകരിക്കാനുള്ള പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നവീകരിക്കാനുള്ള പദ്ധതിയാണ് ആർദ്രം പദ്ധതി. എന്തൊക്കെയാണ് ആർദ്രം പദ്ധതിയിൽ വരുന്നത്? ജനസൗഹൃദ ഔട്ട് പേഷ്യന്റ് സേവനങ്ങള്, അതുപോലെ ജില്ലാ താലൂക്ക് ആശുപത്രികളില് സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക. ഇതൊക്കെയാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ കീഴിൽ വരുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വരുന്ന ചെലവുകള് കിഫ്ബി മുഖേനയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവുകള് സംസ്ഥാന ബജറ്റിൽ നിന്നുമാണ് വകയിരുത്തുന്നത്. ഇതിന്റെ കീഴിൽ വരുന്ന ഈ ആർദ്രം പദ്ധതിയുടെ കീഴിൽ വരുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വരുന്ന ചെലവുകള് കിഫ്ബി മുഖേനയും, പിന്നെയോ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവുകള് സംസ്ഥാന ബജറ്റിൽ നിന്നുമാണ്
വകയിരുത്തുന്നത്. ഓക്കെ, അതാണ് ആർദ്രം പദ്ധതി എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? 2024 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. ഏതാണ്? സൗദി അറേബ്യ. ഇവിടെ കുറച്ച് നമ്മൾ തന്നിട്ടുണ്ട്, നോക്കിയേക്കാം. 2021 പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. അതിന്റെ തീം എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കലാണ്. 2021 തീം ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കലാണ്. ആതിഥേയ രാജ്യം പാകിസ്ഥാനായിരുന്നു. 2022 സ്വീഡൻ. തീം ഒരു ഭൂമി മാത്രം. 2022 തീം എന്താണ്? ഒരു ഭൂമി മാത്രം. സ്വീഡൻ ആയിരുന്നു ആതിഥേയത്വം വഹിച്ചത്. 2024 ആതിഥേയത്വം വഹിച്ചത് കോട്ട് ഡി ഐവറി അഥവാ ഐവറി കോസ്റ്റ്. 2024 സൗദി അറേബ്യ. 2024 തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ. 2024 തീം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നുള്ളതാണ്. 2024 പരിസ്ഥിതിദിനത്തിന്റെ തീം എന്താണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. മുദ്രാവാക്യമാണ് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി. ഞങ്ങൾ തലമുറ പുനഃസ്ഥാപനമാണ്. മുദ്രാവാക്യമാണ് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നത്. ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യ. 2023 പരിസ്ഥിതിദിനത്തിന്റെ തീം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം. 2023 പരിസ്ഥിതിദിനത്തിന്റെ തീം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം. ആതിഥേയത്വം വഹിച്ചത് കോട്ട് ഡി ഐവറി എന്ന് പറഞ്ഞു. നെതർലാൻഡ്സിന്റെ പിന്തുണയുടെ ആയിരുന്നു കോട്ട് ഡി ഐവറിയില് ആതിഥേയത്വം വഹിച്ചത്. അപ്പോ 2023 ആതിഥേയത്വം വഹിച്ചത് നെതർലാൻഡ്സിന്റെ പിന്തുണയോടെ കോട്ട് ഡി ഐവറിയാണ്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിരുന്നത്. അപ്പൊ അതും അതിന്റെ കണക്റ്റഡ് ഫയൽസുമാണ് നമ്മൾ പറഞ്ഞത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.